والنار تلهب من غيظنا ومن عنقي على العصاة ما رب العرش غضبنا نادى الجليل خذوه يا ملائكتي إنذوا بعبد عصى للنار عطشانا والمشركون غدا في النار يحترقوا والمؤمنون بدار الخلد سكانا وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من نذر العاسي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما. വളരെ പരിമിതമായ ഈ സമയത്തിന്റെ ഉള്ളിൽ ഖുർആനും പരലോകവും എന്ന ശീർഷകത്തിന്റെ കീഴിൽ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാനും കേൾക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അതിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ ശ്രവിക്കുകയും കർമ്മവൽക്കരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരമാണു മുതൽ പരലോകം വരെ, ആറ്റം മുതൽ ആഖിറം വരെ, ആകാശഭൂമികളുടെ ഇടയിലും ആകാശഭൂമികളുടെ അകലെയും ആകാശഭൂമികളുടെ മധ്യത്തിലും ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലും അകലെയും ആവരണം ചെയ്തതും അനാവരണം ചെയ്തതുമായ അനാദൃശ്യമായ അനേകം അത്ഭുതങ്ങളെ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഖുർആൻ പരാമർശിക്കാത്തതായി ഒന്നുമില്ല. ഖുർആൻ പരാമർശ വിധേയമാക്കാത്ത ഒന്നും ഈ ഭൂമിയിൽ ലഭ്യമായിട്ടുമില്ല, ഇനി ലഭ്യമാവുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിനെ ലോകത്ത് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ അല്ലാഹു പറഞ്ഞ വാക്ക് വനസ്സൽനാ അലൈക്കൽ കിതാബ തിബ്യാനൻ ലികുല്ലി ഷൈ, ലോകത്തുള്ള എല്ലാ സമസ്യകൾക്കും പൂരണമായി, അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾക്ക് അർത്ഥമായി. വനസ്സൽനാ അലൈക്കൽ കിതാബ തിബ്യാനൻ ലികുല്ലി ഷൈ, ലോകത്ത് ഏതൊരു സംശയത്തിന്റെയും ദൂരീകരണം വിശുദ്ധമായ ഖുർആന്റെ അകക്കാമ്പുകളുടെ ഉള്ളിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലനെ സ്വയം പരിചയപ്പെടുത്തിയ പ്രപഞ്ച രഹസ്യങ്ങളെ മുഴുവനും അനാദൃശ്യമായി അനാവരണം ചെയ്ത ലോകങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതമായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിലെ 114ഓളം അധ്യായങ്ങൾ, 6666 ആയത്തുകൾ, അതിന്റെ പ്രമാണങ്ങൾ, അതിന്റെ കണ്ടെത്തലുകൾ, അതിന്റെ ഉദ്ദേശങ്ങൾ, അതിന്റെ സാഹിത്യ ഭംഗി, ഇതെല്ലാം ഈ ഒരു ചെറിയ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതോടുകൂടെ തന്നെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്തോട് കൊണ്ടുവന്ന ഏറ്റവും വലിയ ഖുർആൻ ഈ ഭൂമിയിൽ അവതരിച്ചതിന്റെ ലക്ഷ്യമെന്താണ്? നമ്മെ എല്ലാവരെയും ഇരുത്തി ചിന്തിക്കേണ്ട, നാം എല്ലാവരും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഖുർആന്റെ ഒരു പരാമർശം, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ലക്ഷ്യമെന്താണ്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ലക്ഷ്യമെന്താണ്? ആ ലക്ഷ്യത്തെക്കുറിച്ച് നാം പരതുമ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധമായ ഖുർആനിലെ ഈ കഴിഞ്ഞ ഏതാണ്ട് 15 ദിവസമായി പ്രപഞ്ചത്തിന്റെ എല്ലാവിധ സാങ്കേതിക വിദ്യകളെയും വിക്കിളിപ്പെടുത്തി ഇളിച്ചു കാട്ടി 240ഓളം യാത്രക്കാരുമായി കടലിലെവിടെയോ കാണാതെ പോയ മലേഷ്യൻ വിമാനത്തിന്റെ മുമ്പിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും ചൂണ്ടുവിരൽ കൊണ്ട് നിയന്ത്രിക്കാമെന്ന് പറഞ്ഞ മനുഷ്യന്റെ ടെക്നോളജി മുഴുവനും അവനെ നേരെ തിരിഞ്ഞു നിന്ന് പല്ലിളിച്ചു കാണിക്കുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ കണ്ടെത്തലുകളിലേക്ക് ലോകം മുഴുവനും ഒന്നുകൂടി
ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള ഒരു പുതിയ ആലോചന ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ ശകലമടക്കം ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് വളരെയേറെ ചർച്ച നടന്ന ഒരു കാലമാണ് മലേഷ്യൻ വിമാനം കാണാതായി പോയ ഈ സാഹചര്യം. ഏതായാലും 122ഓളം അവശിഷ്ടങ്ങളുടെ കഷണങ്ങൾ ഇന്ന് കിട്ടിയെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി സ്ഥിരീകരിക്കുമ്പോഴും അത് തകർന്ന മലേഷ്യൻ എയർവേസിന്റേതാണ് എന്ന് ഇതേവരെ സ്ഥിരീകരിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ആകാശത്തിലൂടെ പറന്നു പോകുന്ന കൊള്ളിയാനുകൾ പോലും, ആരുമറിയാതെ ഒരു നിമിഷാർദ്ധത്തിന്റെ ഉള്ളിൽ പാഞ്ഞു വരുന്ന കൊള്ളിയാനുകൾ പോലും ഞങ്ങളുടെ സാറ്റലൈറ്റ് ഉപഗ്രഹത്തിന്റെ കണ്ണിൽ പെട്ടിട്ടില്ലാതെ താഴേക്ക് വരില്ല എന്ന് ഗർവ് നടിച്ച നാസയുടെ പരീക്ഷണശാലയിലെ ശാസ്ത്രജ്ഞന്മാർ ദൈവനിശ്ചയത്തിന്റെ മുമ്പിൽ തലകുനിച്ചു നിന്നുപോയ ഒരു പൂരണമില്ലാത്ത സമസ്യയുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ലക്ഷ്യം ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കലാണോ? ആകാശത്തെക്കുറിച്ച് ചർച്ച ചെയ്യലാണോ? ഖുർആനിലെ 6666 ആയത്തുകളിൽ 1000-ൽ പരം വരുന്ന സൂക്തങ്ങൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. അസ്ട്രോണമി, ജോഗ്രഫി, ബയോളജി എന്നുവേണ്ട ഒരു ശാസ്ത്രത്തിന്റെ ഏതൊക്കെ മേഖലയുണ്ടോ, ജനസംഖ്യാശാസ്ത്രമടക്കമുള്ള മുഴുവൻ ശാസ്ത്ര മേഖലകളെ ലോകത്ത് പരിചയപ്പെടുത്തിയ വിശുദ്ധമായ ഖുർആൻ നാം എല്ലാവരും നമ്മുടെയൊക്കെ പ്രഭാഷകർ മുഴുവനും സംസാരിക്കുമ്പോ, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെ അപഗ്രഥനം ചെയ്യുമ്പോ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലത് കരങ്ങളിൽ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഈ പ്രപഞ്ച സത്യത്തിന്റെ വെളിച്ചത്തിലൂടെ അല്ലാഹുവിന്റെ ഖുർആൻ 1400 വർഷം മുമ്പ് പറഞ്ഞതാണ് ഇപ്പോൾ പ്രാവർത്തികമാകുന്നത് എന്ന് വെള്ളിയാഴ്ച മിമ്പറുകളിൽ പലപ്പോഴും ആകാശത്ത് കൊള്ളിയാൻ കണ്ടുപിടിക്കപ്പെടുമ്പോ, അറ്റ്മോസ്ഫിയറിനപ്പുറത്തേക്ക് മറ്റൊരു ആകാശത്തിന്റെ പാളി കണ്ടുപിടിക്കുമ്പോ, ചൊവ്വയിൽ ജീവനുള്ള ജീവികളുണ്ട് എന്ന് ഒരിക്കൽ കൂടി പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മുസ്ലിം പ്രഭാഷകരുടെ എല്ലാ വേദികളിലും കേൾക്കാം, ഇതിലൊന്നും അത്ഭുതമില്ല, ഇതൊക്കെ അല്ലാഹുവിന്റെ ഖുർആൻ 1400 വർഷം മുമ്പ് പറഞ്ഞതാണ് എന്ന് പറയുമ്പോഴും, എന്നാൽ നമ്മൾ ഈ ഉപഗ്രഹത്തെ കുറിച്ച് നന്നായിട്ടൊന്നും പഠിച്ചിട്ടില്ലതാണ്. നമ്മളെന്ന് ആസ്ട്രോണമി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളെന്ന് ഐസക് ന്യൂട്ടന്റെ ബുദ്ധി നമുക്കുണ്ടോ? ഇല്ല. ഏതായാലും പള്ളിയിലെ ഖത്തീബിലെ മുരിയാർക്ക് ഐസക് ന്യൂട്ടന്റെ ബുദ്ധി ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഖത്തീബാവൂല. കാരണം ലോകത്ത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു പണി ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഞാനും ധാരാളം സംസാരിച്ചിട്ടുണ്ട് സയൻസ്. എന്നാൽ എനിക്ക് ഐസക് ന്യൂട്ടന്റെ ബുദ്ധിയുണ്ടോ? ഇല്ലതാനും. ഞാനൊരു ഗലീലിയോ ആണോ? അല്ല. ധാരാളം ആളുകൾ ഖുർആനിന്റെ ആയത്തുകളെ വെച്ച് ശാസ്ത്രീയമായ അപഗ്രഥനം നടത്തിയിട്ടുണ്ട്. എന്നാൽ അവരൊരു കോപ്പർനിക്കസ് ആണോ? അവരുടെ ഗലീലിയോ ആണോ? അവരുടെ ടോളമിയാണോ? അല്ല. അതൊക്കെ വെച്ച് തന്നെ നമ്മുടെ അറിവിന്റെ പരിമിതികളുടെ ഉള്ളിൽ വെച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഖുർആൻ പറഞ്ഞ ശാസ്ത്രം ലോകത്താര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട വിഷയം ഖുർആന്റെ ലക്ഷ്യം ശാസ്ത്രം പറയലല്ല. അള്ളാഹുവിന് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. ഖുർആനിലൂടെ ഉണ്ടോ? അള്ളാഹുവിന് അങ്ങനെ ഒരു ലക്ഷ്യമില്ല. ഞാൻ ഉറപ്പിച്ചു. നന്നായിട്ട് കേൾക്കണം, മനസ്സിലാവാനുണ്ട. ആദ്യം കപ്പറും കപ്പറെന്ന് നീ പറഞ്ഞാൽ പോരാ, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ആദ്യം ഖുർആന്റെ ലക്ഷ്യം ശാസ്ത്രം പറയലല്ല. ഭൂമി സഞ്ചരിക്കുന്നു എന്ന് പറയൽ ഖുർആന്റെ ലക്ഷ്യമല്ല. ഖുർആനും പരലോകവുമാണ് വിഷയം. ഖുർആന്റെ ലക്ഷ്യം പരലോകം പറയല. ഖുർആന്റെ ലക്ഷ്യം അള്ളാനെ പറയുക, പരലോകം പറയുക. ഇത് രണ്ടല്ലാതെ മൂന്നാമതൊന്നിനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പുരോഗത്തോട് പറഞ്ഞത് ഈ രണ്ടല്ലാതെ മൂന്നാമത് ലക്ഷ്യം അള്ളാഹുവിന്റെ ഖുർആനിനില്ലേ ഇല്ല. നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. അതെന്തുകൊണ്ടെന്നറിയോ? നമ്മളെ മനഃപൂർവ്വം ചില ആളുകൾ ഡൈവേർട്ട് ചെയ്തു വിട്ടതാണ്. ഖുർആന്റെ ലക്ഷ്യം അള്ളാനെ പറയലും പരലോകത്തെ പറയലും അല്ലാതെ മൂന്നാമതൊന്നേ ഇല്ല. കാരണം നമ്മൾ ഭൂമിയിൽ ചിന്തിക്കേണ്ടത് ഒന്ന് അള്ളാനെ കുറിച്ച്, മറ്റൊന്ന് പരലോകത്തെ കുറിച്ച്. എന്താ നിങ്ങൾ എന്നെ തുറച്ചു നോക്കണം. ഞാൻ നിരാകരിക്കുകയല്ല. പക്ഷെ ശാസ്ത്രം പറയുമ്പോഴും അതിലൂടെ അള്ള ഉദ്ദേശിച്ചത് ശാസ്ത്രത്തെ പരിചയപ്പെടുത്തലല്ല, അള്ളാനെ പറയല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ലക്ഷ്യം ശാസ്ത്രം. ഖുർആൻ പറയാത്ത ശാസ്ത്രമില്ല. ടെക്നോളജി മുഴുവനും അത് നമുക്ക് പിന്നീട് ഒരു വിഷയമായിട്ട് സംസാരിക്കാം. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും അള്ളാഹുവിന്റെ ലക്ഷ്യം ഭൂമി സഞ്ചരിക്കുന്നു എന്ന് പറയലല്ല, അതിൽ അള്ളാനെ പരിചയപ്പെടുത്തും. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയ നിഗമനമാണ്. അള്ള പറയുകയാണ്, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ അദാലിക തഖ്ദീറുൽ അസീസിൽ അലീം.
والقمر قدرناه منازل حتى عاد كالعرجون القديم. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആന്റെ ആയത്തുകളെ ചർവിത ദർവണം നടത്തി അതിലെ ശാസ്ത്രീയമായ നിഗമനങ്ങളെ ലോകത്ത് നമ്മൾ പറയുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ പകുതിയിലാണ് ശാസ്ത്രം പറഞ്ഞത്. ശാസ്ത്രം പറയാൻ ഒരായത്തിന്റെ ഫുള്ള് തന്നെ അല്ലാഹു എടുത്തിട്ടില്ല. ഒരായത്ത് മുഴുവനും അല്ലാഹു ശാസ്ത്രം പറയാൻ എടുത്തിട്ടില്ല. ഒരായത്തിന്റെ പകുതി കൊണ്ട് അല്ലാഹു ശാസ്ത്രീയ നിഗമനത്തെ നിർത്തുകയാണ്. അല്ലാഹു പറയുകയാണ് വശംസു തജ്രീ മുസ്തഖറില്ലഹാ. എടാ മനുഷ്യ, നിന്റെ തലയുടെ മുകളിലൂടെ രാവിലെയും വൈകുന്നേരവും കൃത്യമായി ലോകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായി സമയമാവിധിയോടെ സഞ്ചരിക്കുന്ന സൂര്യൻ എന്ന മഹത്തായ ഗോളമില്ലേ, ഇതേവരെ സൂര്യാസ്തമയത്തിന്റെ സമയം തെറ്റിയിട്ടില്ല. സൂര്യാസ്തമനം ഇതേവരെ വൈകിയിട്ടില്ല. കാലചക്രത്തിന്റെ പ്രവാഹത്തിന്റെ ഇടയിൽ സൂര്യാസ്തമയ ഉദയങ്ങൾ സമയബന്ധിതമായി നടക്കുമ്പോ രാവിലെ നീ ഉറക്കമെഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോ ഈ പ്രപഞ്ചത്തെ കാണാൻ സൂര്യന്റെ വെളിച്ചത്തെ നിനക്ക് ഞാൻ കിടക്കുന്ന അവസ്ഥ യുവത്തി തരുമ്പോ അല്ലാഹു പറയുകയാണ് ഈ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ലോകങ്ങളുടെ ഏറ്റവും വലിയ ശാസ്ത്രീയ നിഗമനമാണ് സൂര്യന് സഞ്ചാരപഥമുണ്ട്. ഓ വശമസു തജ്രീ മുസ്തഖറില്ലഹാ. ഈ സൂര്യനെ കൃത്യമായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുകയാ. അത്രയും പറഞ്ഞിട്ട് അല്ലാഹു അവിടെ നിർത്തി. പിന്നീട് സൂര്യന്റെ ഭ്രമണപഥത്തെ കുറിച്ചല്ല അല്ലാഹു പറയുകയാണ് സൂര്യന്റെ സഞ്ചാരപഥത്തിൽ നീ ചിന്തിക്കേണ്ട. ഇനി നീ ചിന്തിക്കേണ്ടത് എവിടെയാ? ആ സൂര്യന്റെ ഭ്രമണപഥത്തിലല്ല മോളെ നിന്റെ ചിന്ത വേണ്ടത്. ആ സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്നത് ആരുടെ ശക്തിയാ? അദാലിക തഖ്ദീർ അസീസുൽ അലീം. ഇതേകനായ അല്ലാഹുവാണ് ഇതിനെ സഞ്ചരിപ്പിക്കുക. ശാസ്ത്രം പറയും അല്ലാഹുവിന്റെ ലക്ഷ്യമല്ല. സൂര്യൻ സഞ്ചരിക്കുന്നെന്ന് പറയുമ്പോഴും അല്ലാഹു പറയുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമേണെന്നറിയോ? ഈ സൂര്യന്റെ സഞ്ചാരപഥം നിന്റെ മികവിലല്ല, നിന്റെ രക്ഷയിലല്ല. ഇതിനെ സഞ്ചരിപ്പിക്കുന്നവൻ ഞാനാണ്. അദാലിക തഖ്ദീർ അസീസുൽ അലീം. ഇത് മാന്യനും പ്രതാപവാനുമായ റബ്ബിന്റെ തഖ്ദീറാ. ഇത് എന്റെ കയ്യിലാണ് സൂര്യന്റെ ഭ്രമണപഥം. ഒരു ദിവസം ഞാൻ അതിനെ തകർത്ത് തരിപ്പണമാക്കി കളയും. ഇത് ശംസു കുവിറത് വൈദൻ നുജൂമൻ ഖദറത്. ഈ സൂര്യനെ സഞ്ചരിപ്പിക്കുന്നത് നീയാണെങ്കിൽ, ഒരു ശാസ്ത്രത്തിന്റെ കഴിവ് കൊണ്ടാണെങ്കിൽ, അതല്ലെന്ന് പറഞ്ഞ് റബ്ബിനെ പറയാനാണ് ഖുർആൻ വന്നത്. ഖുർആന്റെ ലക്ഷ്യം പരലോകമാണ്. ഖുർആന്റെ ലക്ഷ്യം അള്ളയെ കുറിച്ച് പറയലാ. ഒരു ദിവസം ഇതിന്റെ കടിഞ്ഞാൻ ഞാൻ വിട്ടുകളയുമടാ. അന്നാണ് ഇത് തകർന്ന് തരിപ്പണമായി. ഈ സൂര്യഗോളത്തെ എന്റെ വലതുഭാഗത്തൊരു കളിപ്പാട്ടം പോലെ ഞാൻ ചുരുട്ടിക്കെട്ടുമെന്ന് ആരാ പറയുന്നത്? പടച്ച റബ്ബാണ്. അതുകൊണ്ട് പരലോകമാണ് ഖുർആന്റെ ലക്ഷ്യം. അള്ളയെ പറയലാണ് ഖുർആന്റെ ലക്ഷ്യം. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وحاجا. അല്ലാഹു പറയുകയാണ് ഈ പ്രകൃതിയെ കുറിച്ച്. ഖുർആൻ ആധാരമായി പറയുകയാണ് ഈ ആകാശത്തെ ഒരു വിരിപ്പാക്കി തന്നത് ഞാനല്ലയോ? ആകാശത്തെ ഒരു മേരാപ്പാക്കി വല്ലറമിഹാദ. ഈ ഭൂമിയെ നിങ്ങൾക്ക് ഞാനൊരു വിരിപ്പാക്കി തന്നില്ലയോ? വൽജിബാല ഔതാദാ. വെള്ളത്തിന്റെ മുകളിൽ താളം തെറ്റിക്കിടക്കുന്ന ഭൂമിയെ ഉറപ്പിക്കാൻ നാണിയടിച്ചതുപോലെ പർവ്വതഗിരി ശൃംഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലയോ? അല്ലാഹു പറയാനില്ല വെളിച്ചം നൽകാൻ. ആകാശത്ത് നിങ്ങൾക്ക് ഞാനൊരു സൂര്യഗോളത്തെയും തന്നില്ലയോ? ഈ ഭൂമിയിൽ ഏറ്റവും നല്ല ധാന്യ വിഭവങ്ങൾ നിങ്ങൾക്ക് ഞാൻ തന്നില്ലയോ? ആ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ പോവുകയാണ് നമ്മുടെ ശ്രദ്ധ സൂര്യനിലേക്ക്, ചന്ദ്രനിലേക്ക്, ഈ ഭൂമിയിലേക്ക്
ഭൂമിയിലേക്ക് ആകാശത്തിലേക്ക് ധാന്യവിളകളെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം പറഞ്ഞ് വിശാലമായി പറഞ്ഞ് അവിടെ വെച്ച് നേരെ ചിന്ത തിരിക്കുകയാണ്. എടാ, ഇത് പറയാനല്ല ഞാൻ വന്നത്. ഇന്ന യൗമൽ ഫസ്ലി കാന മിഖാതാ യൗമ യുൻഫഖു ഫിസ്സൂരി ഫതൽതൂന അഫ്വാദാ. ശ്രദ്ധിച്ച് കേൾക്കണേ സഹോദരങ്ങളെ, ഇതൊന്നും പറയാൻ എന്റെ ലക്ഷ്യമല്ല. ഇന്ന യൗമൽ ഫസ്ലി കാന മിഖാതാ, എല്ലാത്തിനെയും വേദനിക്കുന്ന ലോകാവസാനം വരാനിരിക്കുന്നുണ്ട്. യൗമ യുൻഫഖു ഫിസ്സൂരി, ഇസ്രാഫീൽ ഊതാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ഫതൽതൂന അഫ്വാദാ, നിന്നെ കൂട്ടം കൂട്ടമായി എന്റെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരും മാനവാ. ഇന്ന ജഹന്നമ കാനതു മിർസാദാ ലിത്വാഗീന മആബാ. ആ സമയത്ത് ഞാൻ കത്തിക്കാളുന്ന നരകത്തെ വലിച്ചു കൊണ്ടുവരുമെന്ന് കുറെ സമയം സൂര്യനെ പറഞ്ഞ് ചന്ദ്രനെ പറഞ്ഞ് പെട്ടെന്ന് പറയാനല്ല, അല്ല, ഇത് പറയാൻ ലക്ഷ്യമല്ല. എന്തേ സഹോദരങ്ങളെ ചിന്തിക്കുന്നില്ല? ഖുർആൻ അവതരിപ്പിച്ചത് പരലോകത്തെ കുറിച്ച് പറയാൻ, അള്ളാഹുവിനെ കുറിച്ച് പേടിപ്പെടുത്താൻ. നിങ്ങൾ കേട്ടില്ലയോ? അള്ള ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര ആയത്തുകൾ ഞാൻ ഉദാഹരണമായി പറയാം. ഞാൻ പറയുന്നു, ശാസ്ത്രം പറയൽ ഖുർആന്റെ ലക്ഷ്യമല്ല, അല്ലാഹുവിനെയും പരലോകത്തെയും പറയലാണ് ലക്ഷ്യം. ഫീഹാ ഫാകിഹത്തുൻ വന്നഖലു ദാത്തുൽ അക്മാം വൽഹബ്ബുൽ അസ്ഫി വറൈഹാൻ ഫബിഅയി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. നിങ്ങൾക്ക് വല്ലറലവലഹാലില്ലനാ, ഈ ഭൂമി സർവ്വ മനുഷ്യന് വേണ്ടി ഞാൻ വെച്ചു കൊടുത്തതാണ്. അള്ള പറഞ്ഞതാണിത്. ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ ഓർമ്മയില്ല. ഇത് ഞാൻ പറയാമെന്നതല്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ ഈ സാഹചര്യത്തിൽ യാതൊരുവിധ രക്ഷയുമില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനെന്നാണ് മറ്റൊരുത്തിന് ഈ ഭൂമിയിൽ ജീവിക്കണ്ടെന്ന് അലങ്കാരത്തോടെ പറഞ്ഞ അബൂജഹലിനോടും കൂട്ടരോടും, ഞങ്ങൾ മതി, ഞങ്ങളല്ലാതെ മറ്റൊരുത്തൻ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ അബൂജഹലിനാണ് ആയത്തിറക്കി കൊടുത്തത്. ഈ ഭൂമി നിന്റെ സ്വന്തമല്ല. ഈ ഭൂമി സർവ്വ മനുഷ്യന് വേണ്ടി വെച്ചു കൊടുത്തടാ. ഇവിടെ ഏത് മനുഷ്യനെ ജീവിക്കാം, ഇവിടെ ആർക്കും താമസിക്കാം. ഈ ഭൂമിയിൽ ക്രൈസ്തവന് താമസിക്കാം, ഹൈന്ദവന് താമസിക്കാം, മുസ്ലിമിന് താമസിക്കാം, മതമുള്ളവന് താമസിക്കാം, മതമില്ലാത്തവന് താമസിക്കാം. ഈ ഭൂമി ഒരാളുടെ കുത്തകയല്ല, ഈ ഭാരതമണ്ണ് ഒരാളുടെ കുത്തകയല്ല. ഇതൊരു വിഭാഗത്തിന് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടതല്ല. ഈ ഭൂമി ദൈവത്തിൻ്റെതാണ്. സർവ മനുഷ്യന് വേണ്ടിയാണ് ഭൂമിയെ പടച്ചത്. ഈ ഭൂമി മതത്തിന്റെ പേരിൽ വിഭജിക്കാനല്ല, വർഗത്തിന്റെ പേരിലല്ല, വർണ്ണത്തിന്റെ പേരിലല്ല. ഇതേതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഭാരതമെന്ന് എഴുതി കൊടുത്തതല്ല. ഭാരതമെല്ലാവർക്കും വേണ്ടി, ഭാരതമെല്ലാവർക്കും വേണ്ടി. അതുകൊണ്ട് സഹോദരങ്ങളെ, ജയിച്ചാൽ ഭാരതത്തിൽ നിന്ന് മുസ്ലിമിനെ ഉന്മൂലനം ചെയ്യാൻ ആർക്കാണെന്ന് പേടിയാണുള്ളത്? ഈ സമുദായത്തെ ഉന്മൂലനം ചെയ്യാൻ ആർക്കാണ് കഴിയുക? ലോകത്തിലെ ഏറ്റവും പ്രതിരോധ ശേഷിയുള്ള നാട് ഗസയാണ്. ഇസ്രായേലിലെ ഗസ ഏറ്റവും വലിയ പ്രതിരോധ ശേഷിയുള്ള നാട് എവിടെയാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 9 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന 2.5 ലക്ഷത്തോളം വരുന്ന പാവങ്ങള്, 2 ലക്ഷത്തോളം വരുന്ന ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത, ഒരു ഉണക്കറൊട്ട് തിന്നാനില്ലാത്ത 2.5 ലക്ഷത്തോളം വരുന്ന 9 കിലോമീറ്ററിന്റെ ഉള്ളിൽ താമസിക്കുന്ന പാവപ്പെട്ടവരെ കൊല്ലാൻ ആകാശത്തൂടെ മിസൈൽ ചീറി പാഞ്ഞിട്ട് നാപ്പാമ്പുകളെ തകർത്തെറിഞ്ഞിട്ട് 9 കിലോമീറ്ററിന്റെ ഉള്ളിൽ നിന്ന് 2.5 ലക്ഷത്തെ തീർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ 25% ഓടിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഇത് മാറാൻ കഴിയുക? നാം ഇവിടെ ജനിച്ചു വളർന്നവർ ഈ നന്മയ്ക്കു വേണ്ടി, ഈ സ്നേഹത്തിനു വേണ്ടി, ഈ ജാതി സ്പർദ്ധയ്ക്കു വേണ്ടിയല്ല, എല്ലാത്തിനെയും ഒരുമിച്ച് ചേർത്ത വക്കം അബ്ദുൽ ഖാദർ കുഞ്ഞനന്ദൻ നായരെ ചേർത്ത് വെച്ചതുപോലെ എല്ലാത്തിനെയും ചേർക്കാൻ പഠിച്ചവർ മുസ്ലിമീങ്ങൾ. അള്ളാഹു ലോകത്തോട് പറഞ്ഞു, ഈ ഭൂമി സർവ്വ മനുഷ്യർക്കും വേണ്ടി വെക്കപ്പെട്ടതാണ്. നമ്മൾ അങ്ങനെയൊന്നും പോവില്ല. മോഡി പ്രധാനമന്ത്രിയാണ്, നമുക്കെന്താ പേടി? ഇവിടെ ആളുകളുടെ എന്തൊക്കെയോ വരാൻ പോവാ. മോഡി പ്രധാനം എന്താ നമുക്ക് പേടി? ഇപ്പൊ മോഡി പ്രധാനമന്ത്രിയായ നമുക്കെന്താ പേടി?
എന്നിട്ട് ഫറോവയുടെ കൊട്ടാരത്തിലല്ലേ മൂസാ നബി ഇസ്ലാം വളർത്തിയത്? ഫറോവയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിലാണ് കരീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ അള്ളയാന്ന് പറഞ്ഞവന്റെ നെഞ്ചിന് മൂടിയിട്ടാണ് അല്ലദീ ജഅലലക്കും അൽ-അർള മഹ്ദ എന്റെ റബ്ബാണ് ആകാശം മൂസാ നബി പറഞ്ഞത്. അതുകൊണ്ട് ഫിറഔന്റെ കൊട്ടാരത്തില് ഇസ്ലാം വളരും, നമ്മുടെ കൊട്ടാരത്തിൽ ഇസ്ലാം വളരില്ല. ഫിറഔന്റെ കൊട്ടാരം വന്നാലേ അവിടെ ഇസ്ലാം. മോദി പ്രധാനമന്ത്രിയായ നമ്മൾ നല്ല മുസ്ലിങ്ങളാവും ഇല്ലേ? നമ്മൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആവും. അപ്പൊ അക്കാര്യത്തിൽ ഒരു ആകുലതയും വ്യാകുലതയും വേണ്ട. പക്ഷേ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഈ രാജ്യസ്നേഹം, ഈ സാമുദായിക ഐക്യം അത് ഒരേപോലെ ഒരുമിച്ച് കൂട്ടുന്നവർ അല്ലാഹു കൊണ്ടുവന്നു. അല്ലാഹു ചോദിക്കുകയാണ് നിങ്ങൾക്ക് തിന്നാനുള്ള ധാന്യമണി ഞാൻ തന്നില്ലയോ? നല്ല സുഗന്ധമുള്ള ധാന്യമണി തന്നില്ലയോ? എല്ലാം പറയുന്നതിന്റെ ഇടയിൽ ഇടയ്ക്ക് കയറുകയാണ്. പിന്നെ നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ എന്തേ വിസ്മരിച്ചു കളയുന്നു? 14 പ്രാവശ്യം ഇതൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊരൊറ്റ കേട്ടപ്പോ അയ്യാലായി റബ്ബിക്കുമാത്തു കദ്ദിബാൻ. അപ്പൊ അതുകൊണ്ട് ശാസ്ത്രം പറയൽ ഖുർആന്റെ ലക്ഷ്യമല്ല. ഖുർആന്റെ ലക്ഷ്യം അള്ളാഹു പരലോകത്തും അല്ലാതെ ലക്ഷ്യവും ഇല്ല. അള്ളാഹ് ചോദിക്കുകയാണ് വൽഹബ്ബുൽ അസ്ഫി വറൈഹാൻ, നിങ്ങൾക്ക് ധാന്യമണി, സുഗന്ധമുള്ള ധാന്യമണി ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലോ? യഥാർത്ഥത്തിൽ നമ്മൾ തിന്നുന്ന ബസ്മതി അരി, ബിരിയാണി അരിയെ കുറിച്ച് ലോകത്താദ്യം പറഞ്ഞു ഖുർആൻ. നമ്മൾ തിന്നുന്ന ബസ്മതി അരി അറിഞ്ഞൂടെ? എല്ലാവരും നോമ്പാന്ന് തോന്നല്ലേ? ബസ്മതി അരി, നമ്മൾ തിന്നുന്ന ബിരിയാണി അരിയില്ലേ, ആ അരിയെ കുറിച്ച് ലോകത്താദ്യം പറഞ്ഞ ഖുർആൻ. ബസ്മതി അരി നല്ല മണമുള്ള അരി. വൽഹബ്ബുൽ അസ്ഫി വറൈഹാൻ, വൽഹബ്ബുൽ അസ്ഫി, നിങ്ങൾക്ക് സുഗന്ധമുള്ള ധാന്യമണി ഞാൻ തന്നില്ലയോ? ആ സുഗന്ധമുള്ള ധാന്യമണിയാണ് ബസ്മതി അരി. അത് ചുമ്മാ ഒരു മസാല ഒന്നും ചേർക്കാതെ ഇട്ടാലേ അതിനൊരു സുഗന്ധമുണ്ട്. ഖുർആൻ പഠിക്കണ കുട്ടിയെ നന്നായിട്ട് പഠിക്കുക. വൽഹബ്ബുൽ അസ്ഫി വറൈഹാൻ ഒക്കെ പറഞ്ഞിട്ട് അല്ലാഹു ഇടയ്ക്ക് ചോദിക്കുകയാണ് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, എന്നിട്ട് നിങ്ങൾ എന്താ റബ്ബിനെ വിസ്മരിക്കുന്നത്? അപ്പൊ ഖുർആൻ പറഞ്ഞ മുഴുവൻ ലക്ഷ്യവും നിങ്ങളുടെ കണ്ണുകൾ ദുനിയാവിൽ ഉടക്കി നിൽക്കാൻ പാടില്ല, പരലോകത്തെക്കുറിച്ച് പഠിക്കുക. പരലോകത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞതും അള്ളാഹ്, പരലോകം, ഇത് രണ്ടും പറയാനാണ് ഖുർആൻ വന്നത്. അള്ളാഹു നമുക്ക് ആ ചിന്തയും ബോധവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആ ചിന്തയും ആ ബോധവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അള്ളാഹ് പറഞ്ഞത്, ഈ സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ഞാനാണ്. നിയന്ത്രണം എന്റെ കയ്യിലായതുകൊണ്ട് ഏത് സമയത്തും ഇതിനെ തിരിച്ചു വിളിക്കാൻ എനിക്ക് കഴിയും. സൂര്യനെ തിരിച്ചു വിളിക്കാം. ഭൂമിയുടെ നിയന്ത്രണം നഷ്ടപ്പെടാം. രാത്രി മാറി പകല് വരാം, പകല് മാറി രാത്രി വരാം. കാരണം ഇതെല്ലാം എന്റെ കയ്യിലാണ്. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. ഇതിനെയെല്ലാം മാറ്റി ഞാൻ വേറൊരു പുതിയ ലോകത്തെ ക്രമീകരിക്കും. ഇതിനെയെല്ലാം മാറ്റി ഞാൻ വേറൊരു പുതിയ ലോകത്തെ ക്രമീകരിക്കും. ആ പുതിയ ലോകത്തെ ഞാൻ ക്രമീകരിച്ചു കഴിയുമ്പോൾ ആ ക്രമീകരണത്തിന് അനുസൃതമായി മനുഷ്യ നില ഞാൻ അവിടെ കൊണ്ടുവരും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്ത് മുഴുവനും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയുമ്പോഴൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ദീർഘമായി സംസാരിച്ചത് ആഖിറത്തെക്കുറിച്ചാണ്. ആഖിറത്തെക്കുറിച്ച് സൂചിപ്പിക്കാത്ത ഒരൊറ്റ ഹദീസ് പോലും കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്നുണ്ട്, ഖത്തബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഞങ്ങളുടെ മുമ്പിൽ പ്രസംഗം ആരംഭിച്ചു. സുബഹി മുതൽ അന്ന് ഇശാഇന്റെ അവസാനം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണം നീണ്ടു. സുബഹി മുതൽ ഇശാ വരെ വേണ്ട പ്രഭാഷണത്തിന്റെ ഉള്ളിൽ അള്ളാന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞത് പരലോകത്തെക്കുറിച്ച് മാത്രമാണ്. അന്നത്തെ ദിവസം പിന്നീട് ഞങ്ങൾക്ക് വീട്ടിൽ പോയി കിടന്നപ്പോൾ ആഖിറത്തെക്കുറിച്ച് ഓർത്തപ്പോൾ കിടന്നിട്ട് ഉറക്കം വന്നില്ല എന്ന് ബഹുമാനപ്പെട്ട സഹാബ
സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അല്ലാഹുവിനോട് ഏറ്റവും അടുത്തവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കെ പറ. ഖുർആനും പരലോകവും എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ നാളെ പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പറയുന്നത് അല്ലാഹുവുമായി അടുത്തവർ മാത്രം. പരലോകത്ത് നാളെ രക്ഷപ്പെടാൻ കഴിയുന്നത് അല്ലാഹുവുമായി അടുത്തവർക്ക് മാത്രം. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനും വജന്നത്തുൻ നഈം. അല്ലാഹുവുമായിട്ട് അടുക്കുക, എന്നിട്ട് പരലോകത്തിലേക്ക് യാത്ര ചെയ്യുക. ആ മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അടുക്കൽ നമുക്കെന്ത് സ്ഥാനമാണ് ഉണ്ടാർക്കും? നമ്മളെല്ലാവരുമായിട്ട് വലിയ സ്ഥാനമുള്ളവരാ. അല്ലാഹു നമ്മളും തമ്മിലുള്ള അടുപ്പമുണ്ട്. അതറിയണമെങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ചൊരക്ക കച്ചവടക്കാരനായ ഒരു സഹാബി ഉണ്ടായിരുന്നു. എല്ലാ വ്യാഴാഴ്ച ദിവസവും മദീനയുടെ മലയടിവാരത്തിൽ ചൊരക്ക കഴിച്ച് ചെയ്യുന്ന ഈ മനുഷ്യൻ വ്യാഴാഴ്ച ദിവസം ചൊരക്ക വിൽക്കാൻ വേണ്ടി പട്ടണത്തിലേക്ക് വരും. അപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊണ്ടുപോയി ഒരു ചൊരക്ക കൊടുക്കും. ആ ചൊരക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊരക്ക വലിയ ഇഷ്ടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. അതുകൊണ്ട് വിൽക്കാൻ വരുമ്പോ ഒന്ന് രണ്ട് ചൊരക്ക റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ട് ഇയാള് ചന്തയിൽ പോകും. ഇത് സഹാബത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ചീനിയോ വാടയോ വിളവെടുത്താൽ പഴയ കാരണവന്മാർ അതൊക്കെ വിളവെടുക്കുമ്പോൾ പള്ളിയിലെ ഇമാമിന് കൊണ്ടുപോയി ഒരൽപ്പം കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ആ നാട്ടിലെ സാലിഹായ ഒരു മനുഷ്യന് കൊടുക്കുമായിരുന്നു. എന്തുകൊണ്ട്? ഇത് സഹാബത്തിന്റെ പാത. ഇത് കേൾക്കുന്ന ചില ആളുകൾ മുരിയാക്കന്മാർക്ക് കിട്ടുന്ന കാര്യം പറയാണ്ട് ഇതിന്റെയൊക്കെ മണ്ടയിൽ ക്യാൻസർ ബാധിച്ചു. അതുകൊണ്ടാണ് ഇത് മുരിയാരിക്ക് കിട്ടാനുള്ള വഴിയല്ല. മുരിയാരിക്ക് ഇപ്പൊ ചക്ക വേണ്ടതാണ്. അന്നത്തെ സഹാബത്തിന്റെ ഒരു തരീക്കത്തായിരുന്നു അത്. അതുകൊണ്ട് അവരൊക്കെ നാണ്യവിളകളിൽ വറക്കത്തുണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ, റബീഉൽ അവ്വൽ ആയാൽ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ, എന്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്, തേങ്ങ വെട്ടുമ്പോൾ 500 തേങ്ങ വെട്ടിയാൽ 2 തേങ്ങ ഉമ്മ കൊണ്ടുപോയി പഴയ കഴിക്കോലിൽ കൊണ്ടുപോയി കെട്ടി തൂക്കിയിട്ടു. ആ തേങ്ങ അവിടെ കിടന്ന് ഉണങ്ങും. റബീഉൽ അവ്വൽ 12 ആകുമ്പോൾ ഉമ്മ അതെടുത്ത് നന്നായിട്ട് പിടിഞ്ഞ് ചക്കരയൊക്കെ ഇട്ട് അന്ന് മൗലൂദ് നടത്തി ഈ സാധനം ചെയ്യും. സ്വന്തം തോട്ടത്തിൽ 500 തേങ്ങ വെട്ടിയപ്പോൾ ഒരു തേങ്ങ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മാറ്റിവെച്ചിരുന്നു. അതുകൊണ്ട് 500 തേങ്ങ വിറ്റിട്ട് പണ്ടത്തെ ഉപ്പാപ്പ ഹജ്ജിനും പോയി മോളെയും കെട്ടിച്ചു. ഇപ്പൊ 50 ലക്ഷം ഉണ്ടല്ലോ, നിന്റെ മോളെയും കെട്ടിക്കൂല, നീ ഹജ്ജിനും പോയില്ല, പറക്കത്തില്ല. 500 തേങ്ങ കൊണ്ടല്ലേ വാപ്പ ഇതെല്ലാം ചെയ്തത്. ഞാൻ ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അവർക്ക് ചെയ്തതിൽ ബറക്കത്തുണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്നെല്ലാം അവനവന് വേണ്ടി ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ ചൊരക്കം കൊണ്ടുപോയി കൊടുക്കും. ഇയാളൊരു കറുത്ത സഹാബിയാണ്. കറുത്ത് കാണാൻ വിരൂപനായ, ആര് കണ്ടാലും മുഖത്തോട്ട് നോക്കാത്ത വിരൂപനായ ഒരു കറുത്ത അടിമയും കൂടിയാണ് ഇയാൾ. ഇയാൾ ചൊരക്ക റസൂലുള്ളാഹിക്ക് കൊടുക്കും. റസൂലുള്ളാഹിക്ക് ഇയാളോട് വലിയ ഇഷ്ടമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഇയാൾ ഉക്കാല ചന്തയിൽ ചൊരക്ക വിറ്റുകൊണ്ടിരിക്കുക. നന്നായിട്ട് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. ചൊരക്ക വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ ചൊരക്ക, നമ്മൾ മീൻ വിൽക്കണമാതിരി തട്ടിൽ ചൊരക്ക ഇട്ടു. ഇയാൾ ഇങ്ങനെ വില പറഞ്ഞ് ഉക്കാല ചന്തയിൽ വിറ്റുകൊണ്ടിരിക്കും, മദീനത്തെ ചന്തയിൽ വിറ്റുകൊണ്ടിരിക്കുക. ഇയാളുടെ പുറകിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനക്കം കേൾപ്പിക്കാതെ, കാലിന്റെ ശബ്ദം കേൾപ്പിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളുടെ തൊട്ട് പുറകിലെത്തി. ഈ മനുഷ്യൻ വിൽക്കുന്നതിന്റെ ഇടയിൽ ഷാൾ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അയാളുടെ ഒരു കഴുത്തിലൊരു ഷാളുണ്ട്. ആ ഷാൾ ഇങ്ങനെ മീൻ കച്ചവടക്കാരെന്ത് ചെയ്യും? മീൻ കച്ചവടം ചെയ്യുന്ന ഏതൊരാളും അങ്ങനെ തോർത്തിടും. മീൻ കച്ചവടക്കാർ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അവർ നന്നായിട്ട് സദക്ക ചെയ്യുന്നവർ. മീൻ കച്ചവടം ചെയ്യുന്ന ഒരു സദക്ക ചെയ്യും പോലെ ലോകത്തൊരാൾ സദക്ക ചെയ്യും. അള്ളാഹു അവർക്ക് നല്ല തൗഫീഖ് കൊടുക്കട്ടെ. അള്ളാഹു അതിന് ബറക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ മീൻ കച്ചവടക്കാർക്ക് അവർക്കൊരു ചെറിയ ശൈലിയുണ്ട്. അവർ ഏതെടുത്തുകൊണ്ട് ഞാൻ കൊല്ലത്തയത്തിൽ നിൽക്കുമ്പോൾ കുറെ പേര് ഹജ്ജിന് പോയി. തിരിച്ചു വരാനായിട്ട് ഈ പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പ് അല്ലേ,
അപ്പൊ അതിന് അമീർ പറഞ്ഞു, നമ്മൾ എയർപോർട്ടിൽ പോയി ഇറങ്ങുമ്പോൾ ഈ ബന്ധുക്കളൊക്കെ സ്വീകരിക്കാം. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഇറങ്ങുമ്പോൾ ആർക്ക് നമ്മുടെ ഗ്രൂപ്പാണ് നല്ലതെന്ന് എന്ത് ചെയ്യണം? അതുകൊണ്ട് പുരുഷന്മാരെല്ലാം കുപ്പായം ഇടാൻ പറ്റും. കമ്മീസുള്ള കുപ്പായം കൊടുക്കും. പാവം അവൾ കൊല്ലത്തുള്ളൊരു മീമിക്കട കാക്കണ്ടാവും. അദ്ദേഹത്തെ അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് കുപ്പായം ഇടുക. അയാളെ വിളിപ്പിച്ചു ഒന്നാന്തരമില്ല കന്തൂറ കമ്മീസ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങി. എമിഗ്രേഷൻ കുറെ താമസിച്ചു. ഹജ്ജുകാരെല്ലാം കൂടെ വരുന്നത്. ഹജ്ജുമാരൊക്കെ കഴുകയൊക്കെ കണ്ടുവന്ന് ഭയങ്കര ദിക്കറിലിരിക്കുക. ഈ മീൻ വിൽക്കണ ഉപ്പുപ്പാക്ക് നേരെ പോയി ദാഹിക്കാൻ തുടങ്ങി. ഇയാൾ നേരെ അതിൻ്റെ അകത്തുള്ള എയർപോർട്ടിൻ്റെ അകത്തുള്ള ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് ഒരു ജ്യൂസ് വാങ്ങിച്ചു കുടിക്കണം. ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു. പൈസ ഒഴിച്ചു. പുള്ളി ചന്ത നിൽക്കണ ഓർമ്മയിൽ പയ്യങ്ങോട് പൊക്കി. കമീസ് വല്ലെങ്കിൽ പൊത്തി അതിൻ്റെ അകത്ത് അണ്ടറിൻ്റെ അടിയിൽ നിന്ന് പൈസ ഇട്ടെടുത്തതും കൊടുക്കും. ഹജ്ജുമാരെല്ലാം കൂടി 40 ദിവസം കവ കണ്ടിട്ട് വന്നിട്ട് പടച്ചവനെ അവസാന രൂപത്തിലാക്കി കളഞ്ഞല്ലോ. ഒരു ശൈലി ഉണ്ട് അവർക്ക്. നന്നായിട്ട് അവർ സദക്ക ചെയ്യും. അള്ളാഹുവിന്റെ കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. ഈ മനുഷ്യനിങ്ങനെ ഷാളിട്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേക്ക് റസൂലിനെ പുറകിലൂടെ പോയി അനങ്ങാതെ പുറകിലൂടെ പോയി ഷാളിന്റെ അറ്റത്ത് പിടിച്ച് പുറകിനറ്റത്ത് പിടിച്ച് കഴുത്തിലങ്ങോട്ട് മുറിച്ചു. കൊച്ചു കുട്ടികൾ കളിക്കുന്ന പോലെ ഹബീബായ നബി അങ്ങേക്ക് സലാം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കൊച്ചു കുട്ടികൾ കളിക്കുന്നത് പോലെ അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്തിൽ നിന്ന് ഷാള് പിടിച്ച് മെല്ലെ അങ്ങോട്ട് മുറുക്കി. ഇയാളുടെ ശ്വാസം മുട്ടി. കേൾക്കുന്നുണ്ടോ നിങ്ങള്? അയാളുടെ കഴുത്ത് മുറുകി. ആ മനുഷ്യന്റെ ശ്വാസം നിലച്ചു. ആരാണ് തന്നെ പുറകിൽ നിന്ന് വലിക്കുന്നതെന്നറിയാൻ വേണ്ടി അയാൾ പുറകിലേക്ക് തിരിഞ്ഞ മനുഷ്യന്റെ കഴുത്തിനൊന്നടിക്കാൻ അയാൾ കയ്യും പൊന്തിക്കൊണ്ട് പുറകോട്ട് നോക്കവേ തന്റെ പുറകിൽ നിന്ന് കഴുത്തിൽ പിടിച്ച് മനുഷ്യനെ അടിക്കാൻ കയ്യോങ്ങിക്കൊണ്ട് അയാൾ പുറകോട്ട് നോക്കവേ ആ സമയത്ത് പുറകിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന് നേരെ അടിക്കാൻ വേണ്ടി കയ്യുമോങ്ങി നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോ അയാൾ ചോദിച്ചു, അന്തയാ റസൂലല്ലാഹ്, അങ്ങായിരുന്നോ നബിയേ? ഞാൻ അറിഞ്ഞില്ലല്ലോ നബിയേ. എന്നോട് ഈ തമാശ കാണിച്ചത് അങ്ങായിരുന്നോ നബിയേ? അള്ളാഹുവിന്റെ റസൂലിനെ അടിക്കാൻ തോന്നിയ അതേ കൈകൾ കൊണ്ട് ഹബീബായ നബിയുടെ റിസാലത്തിന്റെ നെഞ്ചകത്തേക്ക് ചാഞ്ഞു കിടന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാണ്. കറുത്തവനായ ചുരക്കാ കച്ചവടക്കാരന് തന്റെ നെഞ്ചിലേക്ക് തലതേർത്ത് വെച്ച് വിങ്ങിപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂല് രണ്ടാമതൊരു തമാശ പ്രയോഗിച്ചു. ആ മദീനത്തെ ചന്തയിൽ തിരക്കി നിൽക്കുന്ന ആളുകളോട് ചോദിച്ച ആളുകളെ, എന്റെ നെഞ്ചിന് തലയും വെച്ചുകൊണ്ട് ഒരാൾ കിടക്കുന്നുണ്ട്, ഇയാളെ ഞാൻ വിൽക്കാൻ പോവുകയാ. എന്റെ നെഞ്ചിന് തലയും വെച്ചുകൊണ്ട് ഈ കിടക്കുന്ന കറുത്തവനായ സഹാബി, ഇയാളെ ഞാൻ വിൽക്കാൻ പോവുകയാണ്. ആർക്കാണ് ഇയാളെ വിലക്ക് വേണ്ടതെന്ന് ചോദിക്കവേ ഹബീബായ നബിയുടെ നെഞ്ചിന് തല വെച്ചുകൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി ഈ ചൊരക്കാ കച്ചവടക്കാര്. കേൾക്കണേ ചെറുപ്പക്കാരാ, ആ ചൊരക്കാ കച്ചവടൻ അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിന് തല വെച്ച് കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലും അല്ലേ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാ? ഞാനൊരു തമാശക്ക് പറഞ്ഞതല്ലേ, നിന്നെ വിൽക്കാൻ പറഞ്ഞതാണോ? ആ സമയത്താണ് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഹബീബായ നബി, അങ്ങനെ വിൽക്കുന്നത് കൊണ്ടല്ല, ഈ ചന്തയിൽ കൂടി നിന്ന ആയിരങ്ങളോട് എന്നെ വാങ്ങിക്കാൻ ചോദിച്ചാൽ അനക്കാസിന് യാ റസൂലല്ലാഹ്, ഞാനൊട്ടും വിലയില്ലാത്തവനാണ് നബിയേ, ഞാൻ കറുത്തവനാണ് നബിയേ, ഞാൻ അടിമയാണ് നബിയേ, എന്നെ കാണാൻ സൗന്ദര്യമില്ലാത്തവനാണ് നബിയേ, അനക്കാസിന് യാ റസൂലല്ലാഹ്, ഒരു ദിർഹം തന്നിട്ട് പോലും എന്നൊരാളെ വാങ്ങിക്കാത്ത രീതിയിൽ ഞാൻ വിരൂപനല്ല നബിയേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ നെഞ്ചകത്തിൽ ശിരസ് ചേർത്ത് വെച്ച് പൊട്ടിക്കരയുമ്പോ ഹബീബായ നബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് ആളുകൾ ചന്തയിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ കറുത്തവനായ ചുരക്കാ കച്ചവടക്കാരന്റെ തോളിൽ തട്ടിയിട്ട് റസൂൽ പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സഹാബി ദുഃഖിക്കണ്ട, വഇന്നക ലസബിഖാസിന ഇന്നല്ലാഹ്, നീ അല്ലാഹുവിന്റെ
അള്ളാന്റെ അടുക്കിന് വിലയില്ലാത്തവനല്ലല്ലോ. ഇവരുടെ മുമ്പിലല്ലേ നിനക്ക് വിലയില്ലാത്തത്, ഈ ജനത്തിന്റെ മുമ്പിലല്ലേ നിന്നെ ആട്ടി ഓടിക്കപ്പെടുക. പക്ഷേ അള്ളാന്റെ മുമ്പിൽ നീ വിലയില്ലാത്തവനല്ല, പടച്ചറപ്പിന്റെ മുമ്പിലല്ലേ നിനക്ക് വിലയുള്ളത്. എന്നാ മുക്കാള ചന്തയില്, മദീന ചന്തയില് ചൊരക്ക കച്ചവടം നടത്തുന്ന കറുത്ത വർഗക്കാരന്റെ തോളിൽ തട്ടിയിട്ട് പരസ്യമായിട്ട് ചോദിക്കുമ്പോ ഈ സദസ്സിൽ ഖുർആനും പരലോകവും കേൾക്കാമെന്നവരോട് ചോദിക്കുകയാ, എന്റെ നഫ്സിനോടും നിങ്ങളോടുമാ, നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടാവില്ല, പെങ്ങളെ സൗന്ദര്യമുണ്ടാവുകയില്ല. പക്ഷേ നമ്മൾ ഈ നാട്ടിൽ ആർക്കും വേണ്ടാത്തവനായിരിക്കാം, എല്ലാവരും ഒറ്റപ്പെടുത്തിയവനായിരിക്കാം, കുടുംബത്തിന് പോലും നമ്മൾ ഒറ്റപ്പെട്ടവരായേക്കാം. പക്ഷേ പടച്ചറപ്പിന്റെ മുമ്പിൽ ചൊല്ലുമ്പോ അവനെന്നെ ആട്ടി ഓടിക്കില്ലെന്ന് പറയാൻ, എന്റെ റബ്ബെന്നെ ഒറ്റപ്പെടുത്തില്ലെന്ന് പറയാൻ, എന്റെ റബ്ബെന്നെ മൂലയിലേക്ക് മാറ്റി നിർത്തില്ലെന്ന് പറയാൻ ആർക്ക് കഴിയുന്നുവോ അവനാണ് അവൻ ഞാനുമായിട്ട് അടുത്തവനാണ്, അവൻ ഞാനുമായി അടുത്തവനാണ്, അവന് വേണ്ടിയാണ് ഞാൻ പരലോകത്തെ സംവിധാനിച്ചതെന്ന് പടച്ചുറപ്പ് പറയുമ്പോ ഈ ദുനിയാവിന് പദവി കിട്ടാനല്ല, ഈ ദുനിയാവിലെ 10,000 കേൾക്കാനല്ല, നാളെ പരലോകത്തെത്തുമ്പോ അള്ളാന്റെ മുമ്പിലേക്ക് കിടത്തു വരുമ്പോ യാ ഇബാദി യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് പടച്ചിറപ്പ് വിളിക്കുന്ന സമയത്ത് അല്ലാഹുവേ 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 ആ വിളിയിലൊന്ന് പെടാൻ നാളെ പടച്ചിറപ്പിന്റെ ഏറ്റവും നല്ല അടിമയായി മാറാൻ ആർക്ക് കഴിയുന്നുവോ അവനാണ് പരലോകത്തിന്റെ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളവിടെ എത്തിക്കുമാറാകട്ടെ. 24 മണിക്കൂർ കൊണ്ടൊരു ദിവസം റബ്ബുമായിട്ടെടുക്കാൻ, ആ പടച്ചറപ്പിലേക്ക് വിലയം പ്രാപിക്കാൻ ഇവിടെ ആരൊക്കെ അവഗണിച്ചു കളഞ്ഞാലും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വിലയുള്ളവനായി മാറാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനേ. അതിനു മുമ്പൊരു കാര്യമുണ്ട്, 4 മലക്കുകൾ എഴുന്നേൽക്കുമ്പോ അവർ അള്ളാഹിനോട് ചോദിക്കും, അല്ലാഹുവേ 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 ഐന ഖബർ നബി മുസ്തഫ, ഹബീബായ നബി തങ്ങളെവിടെ, അള്ളാന്റെ റസൂൽ എവിടെ? പരലോകത്തേക്ക് എഴുന്നേറ്റാലുടനെ 4 മലക്കുകളും ആദ്യം ചോദിക്കുന്ന ചോദ്യം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ കാരണഭൂതരായ എന്റെ ഹബീബായ നബി തങ്ങളെവിടെ, മദീനത്തിന്റെ നായകനെവിടെ, സഫയുടെ ഉൾപ്പുളകം എവിടെ, ആമനയുടെ മുത്തുമോനെവിടെ, അബ്ദുള്ളയുടെ മണിനാഥമെവിടെ, ഈ മദീനയുടെ രാജകുമാരനെവിടെ? ഈ പ്രപഞ്ചത്തിന്റെ അവസാനത്തിന് ശേഷം പരലോകം തുടങ്ങുമ്പോഴും ആദ്യം ചോദിക്കുന്ന പേരാരുടെ പേരെന്നറിയോ? അല്ലാഹു അസ്മാക സുമ മുബാറക അസറകല്ലാഹു ബിഹി ഈസാറക. ലോകത്താർക്ക് നൽകാത്ത അപൂർവതകളിൽ അപൂർവതമായ നാമകരണം ചെയ്യപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആ സമയത്ത് അല്ലാഹു പറയും, മലക്കുകളെ താഴെ തകർന്നു കിടക്കുന്ന ഭൂമിയുടെ അടയാളം കണ്ടോ? ആ സമയത്ത് ഭൂമിയുടെ മുകളിൽ അടയാളം കാണും. അല്ലാഹു പറയും, അവിടെയാണ് ഹബീബായ നബിയുടെ ഖബറുള്ളത്. 4 മലക്കുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ചാരത്തെത്തിയിട്ട് മീകായിൽ പറയും, ഇസ്രാഫീലേ നിങ്ങൾ വിളിക്കുക. ഇസ്രാഫീൽ പറയും, ഇല്ല ഇല്ല അസ്റായീലേ നിങ്ങൾ വിളിക്കുക. അവസാനം നിങ്ങളല്ലേ നബിയുടെ റൂഹിനെ പിടിച്ചത്. അവസാന തർക്കത്തിന്റെ ഒടുക്കൽ 3 മലക്കുകൾ പറയും, ജിബ്രീലേ നിങ്ങൾ വിളിക്കുക. നിങ്ങളല്ലേ ഹബീബായ നബിയുടെ കൂട്ടുകാരൻ, 23 വർഷത്തിന്റെ ഇടയിൽ 125 പ്രാവശ്യം അന്ന് കണ്ടതല്ലേ, അവസാനം വിട പറയുന്നതിന് മുമ്പും കണ്ടതല്ലേ. ഫകാന കാബ കൗസൈനി ഔ അദ്നാ. അതുകൊണ്ട് നിങ്ങൾ വിളിക്കുക ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് വിളിക്കും, കൊമ്പേതിനില്ല അല്ലാഹുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറയുമ്പോ ആ സമയത്ത് റൗളാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് തന്റെ തലമുടിയിൽ കിടക്കുന്ന മണ്ണ് മുഴുവൻ നിസാരത്തിന്റെ വരത്തേക്കരം കൊണ്ട് തട്ടിമാറ്റി ഖബറിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമത്രേ എന്റെയും നിങ്ങളുടെയും നേതാവ്, ആദർശത്തിന്റെ സത്ത്, ആമിനയുടെ മുത്ത്, മുത്തൊളി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലും വന്നു കഴിയുമ്പോ ആ സമയത്താണ് സഹോദരങ്ങളെ പരലോകം തുടങ്ങുകയാണ്.
പറയുകയാ, കേൾക്കാത്തത് കേട്ടുകൊള്ളുക. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീലിനോട് പറയുക, ഇസ്രാഫീലേ സൂറന്ന കാഹളത്തിൽ രണ്ടാമതൂതുക. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിയുമ്പോ ആ സമയത്ത് ഖബറിന്റെ ഉള്ളിൽ അടക്കപ്പെട്ട ആളുകൾ അവര് പരലോകത്തേക്ക് ചാടി എഴുന്നേൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചാടി എഴുന്നേൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചാടി എഴുന്നേൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എങ്ങനെയാണ് എഴുന്നേൽക്കുക? ഇവിടെയാണ് അല്ലാഹുവിന്റെ അടിമകളെ കാണുക. ആ സമയത്ത് കബറടക്കം ചെയ്യപ്പെട്ട ആളുകൾ മുത്തഖീങ്ങളാണെങ്കിൽ, അവരല്ലാഹുവിനനുസരിച്ച് ജീവിച്ചവരാണെങ്കിൽ, അവരെ നമസ്കരിച്ചവരാണെങ്കിൽ, അവരെ പടച്ച റബ്ബിനോട് അടുത്തവരാണെങ്കിൽ, ആ മദീന ചന്തയിലെ ചുരക്ക കച്ചവടക്കാരനായ കറുത്ത വർഗക്കാരനെ പോലെ അല്ലാഹുവിന്റെ അടുക്കൽ നിലയും വിലയുമുള്ളവരാണെങ്കിൽ അവരെ കബറിൽ നിന്നേൽക്കുന്നത്, അവരെ കബറിൽ നിന്നേൽക്കുന്നത് അല്ലാഹ് പറയുകയാണ് അൽഹംദുലില്ലാഹ്. സഹോദരിമാരെ, അവനവന്റെ കുടിമാടത്തിൽ നിന്ന് അവനവൻ എഴുന്നേൽക്കുകയാണ്. ആ സമയത്ത് മുത്തഖീങ്ങളെ വിളിച്ചു പറയും, അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ എന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുമെന്ന്. ഇത് അഹ്മദ് കബീറിന്റെ വാക്കല്ല. യൗമ യദ്ഉകും ഫതസ്തജീബൂന ബിഹംദിഹി വതളുന്നൂന ഇല്ലാ ബിസ്തും ഇല്ലാ ഖലീലാ. നാളെ പടച്ചറപ്പിന്റെ മുമ്പ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് വരെ ചാടി എഴുന്നേൽക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് അവനവന്റെ കുടിമാടത്തിന്റെ കഥ, മറ്റൊരാളുടെ കഥയല്ല. അവനെ മണ്ണിട്ട് മൂടി, അവൻ മണ്ണിന്റെ അടിയിലായി. അവൻ മണ്ണിന്റെ ഇന്ന് പനപോലൊരു 19 വയസ്സുകാരൻ അല്ലെ, 19 വയസ്സുകാരൻ തൂങ്ങി മരിച്ചു. 19 വയസ്സുകാരൻ മരിച്ചു. അവന്റെ ഖബറിൽ ആദ്യ രാത്രി. എന്താ അവന്റെ അവസ്ഥ? എന്താ അവന്റെ അവസ്ഥ ഒന്ന് ചിന്തിക്കും. ഇന്ന് അവന്റെ ആദ്യ രാത്രി ഖബറിലെ. ഇപ്പൊ അവനെ മണ്ണിട്ടൊക്കെ മൂടി എല്ലാവരും തിരിച്ചുപോയി. ഇപ്പൊ അവൻ മണ്ണിന്റെ അടിയിലുണ്ട്. അവന്റെ അവസ്ഥ എന്താ? ഒന്ന് ചിന്തിക്കു കുട്ടിയെ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലല്ലേ ഒന്ന് മനസ്സങ്ങോട്ട് മാറൂ. അതാ ചൊക്ലിയിലെ പെമ്പിളരെ കണ്ടുക്ക, മാഹിയിലെ പെമ്പിളരെ കണ്ടുക്ക, ഇങ്ങോട്ട് അമ്മാമ്മയുടെ അടുത്ത്. അതിനപ്പുറം പിന്നെ കൊല്ലം ജില്ലക്കാരുടെ മറുപടി, പിന്നെ കോഴിക്കോട് ജില്ലക്കാരുടെ മറുപടി, പിന്നെ തിരുവനന്തപുരം ജില്ലക്കാരുണ്ട്. വേണ്ട അങ്ങനെ എന്തിനടേവാ എങ്ങനെടേവാ? രാവും പകലും ഈ ആഭാസത്തിന്റെ പാട്ടും പാടി നടക്കുന്നവൻ.